ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് സന്തോഷം പങ്കുവെക്കുമ്പോഴാണ്. സന്തോഷഭരിതമായ ജീവിതത്തിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ചിരി നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോഴും. ചിരി നിമിഷങ്ങൾ പങ്കുവെച്ചുള്ള ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിഭ കൊണ്ട് തന്റേതായ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ നേടിയെടുത്ത ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 എല്ലാമായ നമ്മുടെ സ്വന്തം ശ്രീ രമേശ് പിഷാരടിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം രമേശ് ഏട്ടൻ ഓൺ ടു ദി സ്റ്റേജ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കൂളിംഗ് ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട്. എന്തോ കൂളിംഗ് ഗ്ലാസ് അടിപൊളിയായിട്ടുണ്ട്. കമ്മൽ അതിനേക്കാളും നന്നായിട്ടുണ്ട്. പിന്നെ അല്ല ഡയാന, നമ്മുടെ ഇത്തരത്തിലുള്ള ചിരി പരിപാടികൾ ഇപ്പൊ നടക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിൽ കലയുടെ പലതരം കലാപ്രകടനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് കാലാന്തരങ്ങൾക്കപ്പുറം ചിലര് പറയാറുണ്ട് ആ കല അന്യം നിന്നുപോയി, ഇപ്പം പഴയ പോലെ അതിന്റെ പെർഫോമൻസുകൾ കാണുന്നില്ല, ഉത്സവപ്പറമ്പുകളിൽ നിന്ന് അന്യമാകുന്നു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും അതിന് കാരണമാകുന്നത് ആ കല കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ്. എണ്ണം പ്രപ്പോർഷനാണ്. കല കുറയുന്നു എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരുടെ എണ്ണം കുറയുന്നതാണ്. എന്നാൽ ഹാസ്യം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഒരു റിലേ പോലെ ഒരാൾ ഓടി മറ്റൊരാൾക്ക് കൊടുക്കും, അത് മറ്റൊരാൾ കൈവാങ്ങിക്കൊണ്ടു പോകും. അങ്ങനെ സജീവമായ ചിരികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മളുടെ ചിരിയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ വ്യക്തമായ ഒരു സാന്നിധ്യമായി എത്തി അതുവരെ കണ്ട വഴികളിലൂടെ അല്ലാതെ ചില പ്രത്യേക വഴികളിലൂടെ യാത്ര ചെയ്ത് പുതിയ ചിരികൾ നമ്മൾക്ക് സമ്മാനിച്ച് സ്റ്റേജിലും ടെലിവിഷനിലും സിനിമയിലുമെല്ലാം വ്യക്തമായ സാന്നിധ്യമായി മാറിയ ഒരു മികച്ച കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാജു നവോദയ. സ്വാഗതം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഷർട്ടൊക്കെ ഇട്ട് കണ്ടു. കുറെ നാളായിട്ട് നമ്മള് ടീഷർട്ട് ഇട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അത് പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ട് എന്നെ പറഞ്ഞപ്പോൾ സാജു ഒരു സ്ഥിരം ടീഷർട്ടിന്റെ ആളായിരുന്നു. എന്തോ പറ്റി ഷർട്ടിലോട്ട് മാറി? ഇതിലും ചെറിയൊരു ടീഷർട്ടിന്റെ ഓർമ്മയ്ക്ക് എന്തോ കഴുത്തിലും പുറകിലൊക്കെ ഉണ്ട്. എന്താ അത്? അതല്ല, അങ്ങനെയൊന്നുമല്ല. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഷർട്ട് ഇട്ട് തുടങ്ങി. ഏറ്റവും കൂടുതൽ കാലം എവിടെയെങ്കിലും ഒരാൾ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് മാറി വരുന്ന മാറ്റത്തോടെ ഏറ്റവും എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്ന ജീവി ഏതാണോ ആ ജീവിക്കാണ് ഏറ്റവും കൂടുതൽ കാലം സസ്റ്റൈനബിലിറ്റി ഉള്ളതെന്ന് പറയും. തമാശയുടെ കാര്യത്തിലും അങ്ങനെയാണ്. തമാശയുടെ സ്വഭാവം എപ്പോഴും മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ആ മാറി വരുന്ന മാറ്റങ്ങളോട് ഏറ്റവും എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്ന ഒരു കലാകാരനാണ് സാജു നവോദയ. പാഷാണൻ ഷാജി സാജു നവോദയക്ക് ഒരു ബാധ്യതയായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇത് ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇപ്പോഴത്തെ തലമുറയില്ലേ, അവർക്കൊന്നും എന്റെ പേരറിയില്ല. അവരൊക്കെ ഷാജി എന്നുള്ള പേരറിയാൻ പാടുള്ളൂ. ബാധ്യത ഒന്നും ആയിട്ടില്ല. ചില സ്ഥലത്ത് ചെക്ക് തരുമ്പോഴത്തേക്ക് അതുമേൽ പാഷാണൻ ഷാജി എന്ന് എഴുതാറുണ്ട്. പക്ഷെ എനിക്ക് ആ പേരിൽ അക്കൗണ്ട് ഇല്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗസറ്റിൽ കൊടുത്ത് പേര് മാറ്റേണ്ടി വരും ഇതിലോട്ട് വരുന്നത്. അല്ല, അമ്മയുടെ നമുക്ക് മെമ്പർഷിപ്പിൽ എനിക്ക് പാഷാണൻ ഷാജി തന്നെ പേര്, ബ്രാക്കറ്റിൽ സാജു എന്നാ. അല്ലാതെ സാജു നവോദയയുടെ ബ്രാക്കറ്റില് പാഷാണൻ ഷാജി അല്ല, പാഷാണൻ ഷാജിയുടെ ബ്രാക്കറ്റില് സാജു നവോദയാണ് കിടക്കുന്നത്. ഇല്ല, എന്ത് വിഷമം? അത് വന്നപ്പോൾ അരി മേടിക്കാൻ തുടങ്ങിയത്. അതായത് സാജു നവോദയ അല്ല, പാഷാണൻ ഷാജി മേടിക്കുന്ന അരി കൊണ്ടാണ് സാജു നവോദയ ജീവിക്കുന്നത്. അതുകൊണ്ട് പാഷാണൻ ഷാജി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളായിട്ട് മാറി. എന്റെ പേരോ അല്ല, എന്റെ വീട്ടുകാരെ മൊത്തം കളഞ്ഞാൽ ആ പേര് കളയാൻ പറ്റില്ല. അതെ, പണ്ട് നമ്മൾ ഷോയ്ക്ക് പോകുമ്പം അയ്യപ്പ ബൈജു എന്ന് പറയുന്ന പ്രശാന്ത് ഏട്ടന്റെ പേര് എല്ലാവർക്കും അറിയില്ല. എല്ലാവരും അയ്യപ്പ ബൈജു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരിക്കൽ ചോദിച്ചു പുള്ളിയോട്, ഇത് അയ്യപ്പ ബൈജു ഒരു ബാധ്യതയായോ എന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുടികൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നശിച്ചിട്ടുണ്ടെങ്കിലും കുടികൊണ്ട് ഒരു വീട് വെച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ, കള്ളുകൂടിനെ കാണിച്ചിട്ട്. എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഈ വിഷം കൊണ്ട് രക്ഷപ്പെട്ട രണ്ട് പേരേ ഉള്ളൂ. ഒന്ന് വിഷം വിൽക്കണവരും പിന്നെ ഞാനും. പാഷാണമായിട്ട് പോകാനായിട്ട് പറ്റുന്നുള്ളൂ. സാധാരണ കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ സംവിധാന രംഗത്തേക്കും അഭിനയ രംഗത്തേക്കും ഡാൻസറാണ്. അങ്ങനെയൊക്കെ മാറി മാറി ചിന്തിച്ച് സഞ്ചരിച്ച് തന്റേതായ ഒരു പേരെടുത്ത ഒരാളാണ് ചേട്ടൻ. അപ്പൊ ഇതിനാരെങ്കിലും പ്രചോദനമായിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും എന്റെ വൈഫിനോടൊന്ന് ചോദിക്കും. അപ്പൊ വൈഫിന്റെ കൂടെ ഒരു അഭിപ്രായം കിട്ടിയതിനു ശേഷം ഞാൻ ആ വഴിക്കുന്നത്. ആദ്യം ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നോ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ ഡ്രാമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ +2 പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ
+2 പഠിക്കുന്ന കുട്ടികളെ സംസ്ഥാന തലത്ത് ഡ്രാമ ജയിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഈ സാജുവിന്റെ പ്രത്യേക വഴി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ഇന്റർനെറ്റിന്റെ വരവ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തമാശകൾ എന്ന് പറയുന്നതിന്റെ വെർബൽ, നമ്മൾ പറയുന്ന വെർബലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. വാട്സപ്പിൽ വരുന്ന ഒരു ഫോർവേഡിൽ വരുന്ന ഒരു സ്റ്റിൽ ഫോട്ടോ ചിരിപ്പിക്കുന്ന അത്ര പോലെ ചിലപ്പോൾ ഒരു സ്കിറ്റിന്റെ ക്ലൈമാക്സ് നമ്മളെ ചിരിപ്പിച്ചില്ലെന്ന് വരും. അത്രയും വന്നപ്പോ വെർബലായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോൾ വാട്സപ്പിൽ ഇല്ലാത്തത് സിറ്റുവേഷൻ മാത്രമാണ്. അവർക്കൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വാട്സപ്പിന് പറ്റില്ല. ഒരു വിഷ്വൽ ഉണ്ടാക്കാം, നമുക്ക് പറയാവുന്ന എഴുതാവുന്ന കാര്യങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സാജു തമാശയായിട്ട് ആ സമയത്ത് കൃത്യം വന്നത് സാജുവിന്റെ സ്കിറ്റുകളിൽ ചില പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കും. അതിൽ ആരും കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും കൗണ്ടർ പറഞ്ഞില്ലെങ്കിലും ഇവർ 4 പേരും കൂടെ വന്ന് ചേർന്ന് എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ വലിയ തോതിൽ ചിരിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷനുകൾ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് സിറ്റ് ചെയ്താലോ അവിടെ പോയിട്ട് നല്ല സിറ്റുവേഷനിലേക്ക് ചിരി യാത്ര എങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് പെർഫോം ചെയ്യാൻ എത്തുന്നു ദേവരാജ് ഫ്രം തൃശൂർ. കൊള്ളായിരുന്നു കേട്ടോ. 3-4 ഇടയ്ക്ക് സ്വാമി വിവേകാനന്ദനാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി കൈകെട്ടി നിൽക്കുന്ന കണ്ടിട്ട്. തോന്നിയില്ലേ? ഓക്കെ, എവിടുന്ന് വരുന്നു? ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടകര. ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഒരു 9 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് മിമിക്രി ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു, വെരി ഗുഡ്. ഏത് സമിതിയിലാണ് കളിക്കുന്നത്? ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്രീലാൻസ് ആയിട്ട് മിമിക്രി കളിക്കണമെങ്കിൽ 1 man ഷോ ആളാണ്. 1 man ഷോ ആണ്. ഗാനമേളയുടെ ഇടയിലൊക്കെ പോയി ആങ്കറിംഗ് ഇല്ല, അല്ലാതെ 1 man ഷോ. അല്ല, പിഷാരടിയൊക്കെ അത് തന്നെയായിരുന്നു. 1 man ഷോയിലൂടെയാണ് പിഷാരടിയൊക്കെ വന്നത്. 1 man ഷോയുടെ പരിപാടികൾ ഉണ്ടായിരുന്നു. ആദ്യം ട്രൂപ്പിലായിരുന്നു, പിന്നെ അവിടുന്ന് 1 man ഷോ ആയി. പലതരത്തിലുള്ള പരിപാടി, എന്തൊക്കെ ഷോ കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. അല്ല, 1 man ഷോ ആകുമ്പോ കിട്ടണം, അപ്പഴും ഒറ്റക്ക് എടുക്കാല, വേറെ ആർക്കും കൊടുക്കണ്ടല്ല. കൊടകര എന്ന് പറയുമ്പം പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ പറയേണ്ട ഒരു പേര് എൻ്റെ കൂടെ ട്രൂപ്പിലുണ്ടായിരുന്നു. നമ്മുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ജയേഷ് കൊടകര എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കൊടകരക്കാരനായിരുന്നു. നിങ്ങൾക്ക് അറിയാമോ ജയേഷ് കൊടകര? ജയേഷേട്ടന്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെയായിരുന്നു. ജയേഷ് നമ്മുടെ സുഹൃത്താണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആ കാലത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ഒരു മികച്ച പ്രതിഭയായിരുന്നു. അദ്ദേഹത്തെ ഈ സമയത്ത് ഓർക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പോ ദേവരാജിന്റെ പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയാണ് സ്വദേശം. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊടകര വിട്ട് മിമിക്രിക്ക് പോയി കഴിയുമ്പോൾ ഈ പുറത്തുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കും, ഈ കൊടകര എവിടെയാന്ന്. അപ്പൊ ഞാൻ പറയും, നമ്മുടെ കലാവും മണിച്ചേട്ടന്റെ പാട്ടില്ലേ, വരിക്കച്ചക്കട ചൊള്ളക്കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയില് കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, വരിക്കച്ചക്കട ചൊള്ളക്കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയില് കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. കൊടകരയാണെന്ന് പറയും. അപ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൊടകരയിൽ വലിയൊരു സംഭവം നടന്നു. ആ സംഭവം നടന്നതിന് ശേഷം എൻ്റെ വീട് കൊടകരയാണെന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു ചിരിച്ചിരിക്കും. എന്നിട്ടൊരു പാട്ട് പാടും, കുഴലൂത്തും പൂൻ തിന്നലേ മഴനൂൽ ചാത്തി കൂടെ വരുമോ. അപ്പോൾ ആ കുഴൽക്കരയെന്നാണ് ഞാൻ പറഞ്ഞത്, സോറി, ആ കൊടകരയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സീസൺ കണ്ടപ്പോൾ മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ പ്രോഗ്രാമിൽ എങ്ങനെയും പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ദയവായിട്ട് ഈ പരിപാടിക്ക് പോകരുതിട്ടാ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ അങ്ങനെ പറയണേ? അപ്പോൾ അവൻ എന്നോട് പറയാ, ഈ കൊച്ചു കേരളത്തിൽ സുനാമി വന്നു, ഓക്കി വന്നു, നിപ്പ വന്നു, 2 പ്രളയം വന്നു, ഇതെല്ലാം നമ്മൾ മലയാളികൾ സഹിച്ചു, പക്ഷെ നിൻ്റെ കോമഡി സഹിക്കില്ല കേട്ടോ. അവനത് തമാശക്കല്ല പറഞ്ഞെങ്കിലും ഞാനത് കാര്യമായിട്ട് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ലോകത്തിലെ ഏറ്റവും റിസ്ക്കുള്ള പണി മലയാളികളെ ചിരിപ്പിക്കില്ല. അതായത് ഇപ്പം നമ്മളൊരു മലയാളിയോട് തമാശ പറയാൻ പോകാന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമാശ കേൾക്കണ മലയാളി തമാശ പറയണ മലയാളിയുടെ മുഖത്ത് കിട്ട് മിഥുന സിനിമയിൽ ഇന്നസെൻ്റ് നിൽക്കണ പോലെ ഇതിങ്ങനെ നിൽക്കും. എന്നിട്ട് മനസ്സിൽ പറയേ, നീ തമാശ പറയുമ്പോൾ ഞാനിപ്പോൾ ചിരിക്കാട്ടാ, വേഗം പറ, എൻ്റെ തമാശ കേട്ട് ചിരിച്ചിട്ടുള്ളൂ ബാക്കി. ഇതും പറഞ്ഞ് എയറും പിടിച്ച് ഇതിങ്ങനെ നിൽക്കും. നമ്മുടെ കേരളത്തിൻ്റെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വന്നാലും സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് വന്നാലും ഏറ്റവും സെൻട്രലിൽ കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ ഈ നോർത്തിലുള്ളവർക്കും സൗത്തിലുള്ളവർക്കും തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരൊറ്റ കാരണമുള്ളൂ, നമ്മുടെ തൃശ്ശൂർ ഭാഷ തന്നെ. ഈ തൃശ്ശൂർ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ്. എന്തിട്ടാ സ്പീഡ്, എന്തിട്ടാ താളം, എന്തിട്ടാ ഒരു സ്റ്റൈല്. ശരിക്കും പറഞ്ഞാൽ ടപ്പെ ടപ്പെ ടമാറ് പടാറ്. പിന്നെ
നമ്മൾ മലയാളികൾ പറയാറുണ്ട് ജാതി പറയരുത്, ജാതി ചോദിക്കരുത്, ജാതി ചോദിക്കുന്നവർക്ക് കൂട്ടുകൂടരുന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ജാതി പറയുന്നത് ഞങ്ങൾ തൃശ്ശൂർകാരാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പം തൃശ്ശൂരിൽ സിനിമ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയ തൃശ്ശൂർകാരൻ ചേട്ടനോട് നമ്മൾ ചോദിക്കുന്നത് ചേട്ടാ പടം എങ്ങനെയുണ്ട്, ആ പടം സൂപ്പറാണെങ്കിൽ ചേട്ടൻ പറയും പടം ഒരു ജാതി പടാട്ടാ. ആ പടം പൊട്ടി പാളിച്ചായിട്ടുള്ളൊരു പടം ചേട്ടൻ പറയും ജാതി പടസ്റ്റോ. അതുപോലെ നമ്മൾ ഇങ്ങനെയാണ് പറയാം. പിന്നെ ഈ ജാതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ കാഴ്ചബംഗ്ലാവിൽ പുതിയൊരു സിംഹത്തിനെ കൊണ്ടുവന്നു. അപ്പോൾ ആ സിംഹത്തിനെ കാണാൻ തൃശ്ശൂരുള്ള ഒട്ടുമിക്കവരും പോയി. ആ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരനും പോയി. അപ്പോൾ ആ സിംഹത്തിനെ കണ്ടുവന്ന കൂട്ടുകാരനോട് ഞാൻ ചോദിച്ചു, നമ്മുടെ കാഴ്ചബംഗ്ലാവിൽ പുതിയ സിംഹനുണ്ട്, അവിടെ എടുത്ത വഴിക്കറിയാം സിംഹം ഒരു ജാതി പുല്ലിയാട്ടാന്ന്. ഏത് കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർകാർക്ക് രാജാവ് പുല്ലിയ. പിന്നെ ഞങ്ങൾ തൃശ്ശൂർകാർ ഈ ഭാഷ പറയണത് ആരോഹണം അവരോഹണ ക്രമത്തിലാണ്. ഇപ്പോൾ ഉദാഹരണം പറയണെങ്കിൽ ജോസേട്ടൻ ഇന്ന് പൂരായിട്ട് എന്നിട്ട് പരിപാടി, അപ്പൊ പൂരായിട്ട് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ജോസേട്ടൻ പറയും പൂരായിട്ട് എന്നിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടറടിക്കണം, കുടമാറ്റം കാണാൻ പോകണം, വീണ്ടും അടറടിക്കണം, ഇങ്ങനെയാണ് പറയുക. പക്ഷേ ഈ ആരോഹണ അവരോഹണ ക്രമത്തിലാണ് തൃശ്ശൂർ ഭാഷ പറയണമെന്നുള്ളത് തൃശ്ശൂർകാർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ ഞങ്ങൾ തൃശ്ശൂർകാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് തേങ്ങ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർകാർ പറയും എന്തിട്ട് തേങ്ങ പറയണേ. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയും എന്തിട്ട് തേങ്ങ തന്നെ ചെയ്യേ, നീ എൻ്റെ ഒരു തേങ്ങയും ചെയ്യില്ല, ഇങ്ങനെ പറയാം. പക്ഷെ ഈ തേങ്ങനെ ഞങ്ങൾ തൃശ്ശൂർകാർ എന്നിട്ട് പറയണതെന്നറിയോ, ആ നാളികേരം ഇങ്ങെടുക്കൂ, ആ നാളികേരം ഞാനൊന്ന് പൊതിക്കട്ടെ, ആ നാളികേര വെള്ളം ഞാനൊന്ന് കുടിക്കട്ടെ. ഈ തൃശ്ശൂർകാർ നാളികേരം എന്ന് പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ ഈ നാളികേരം എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചത് തൃശ്ശൂർകാരെന്ന് നമുക്ക് തോന്നിപ്പോവും. അതാണ് നമ്മൾ തൃശ്ശൂർകാർ. പിന്നെ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുട്ടാണ്. ഈ പുട്ടിനെ പണ്ട് ഞങ്ങൾ തൃശ്ശൂർകാർ പറയുന്നത് പൂട്ടുന്നാണ്. ഇപ്പോഴും നമ്മുടെ വയസ്സായവരൊക്കെ പൂട്ടുന്നതിനെ പറയാം. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ തൃശ്ശൂരിലൊരു രാഘവൻ ചേട്ടൻ ആലപ്പുഴയിൽ പോയിട്ട് ഒരു വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഒരു ചായക്കടയിൽ കയറി. അപ്പോൾ ചായക്കടയിൽ കയറിയപ്പോൾ ചായക്കടക്കാരൻ്റെ ചോദിച്ചു ചേട്ടാ പൂട്ടുണ്ടാ? അപ്പോൾ ചായക്കടക്കാരൻ പറയാം ഏയ് ഇപ്പം പൂട്ടില്ലേ, രാത്രി ഒരു 11 മണിയാവുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർകാരുടെ ഏറ്റവും സ്വകാര്യ അഹങ്കാരമാണ് ഓണംകളി എന്ന് പറയുന്നത്. തൃശ്ശൂർ മാത്രമുള്ള വലിയൊരു കലാരൂപമാണ്. രാമായണം ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം പാടണമെങ്കിലും ഹിറ്റാവുന്നത് ട്യൂൺസ് പാട്ടുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാൻ, എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാൻ, ഇങ്ങനെയാണ് ആ പാട്ട് പാടുന്നത്. പിന്നെ ഉള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഹിറ്റായിട്ടുള്ളൊരു പാട്ട് ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഇങ്ങനത്തെ പാട്ടുകളാണ് ഓണംകളി പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് തൃശ്ശൂരത്തെ കലിപ്പന്മാർക്കാണ്. ഈ കലിപ്പന്മാർ കലിപ്പ് പിടിച്ചിരിക്കുന്ന ടൈമിൽ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ ഇങ്ങനെയാകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കലിപ്പനുണ്ട്, അവൻ ഈ ഓണംകളി പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവൻ ഏത് പാട്ട് പാടിയാലും ഓണംകളി പാട്ട് പാടുള്ളൂ. അപ്പോൾ അവനെ കൊണ്ട് ഞാനൊരു ദിവസം ഒരു സിനിമ പാട്ട് പാടിച്ചു. നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയിലത്തെ പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവൻ പാടിയത് ഇങ്ങനെയാ, ഓൺ ദ ഫ്ലോർ ബേബി ഹിറ്റ് ഇറ്റ് ഹാർഡ് ബേബി rock the party baby പട്ടുലങ്ങി പോടി, on the floor baby hit it hard baby rock the party baby പട്ടുലങ്ങി പോടി, ഇങ്ങനെ പാടിയത്. അപ്പോൾ ഈ കലിപ്പന് ഒരുപാട് പ്രണയങ്ങളുണ്ടായിരുന്നു. അവൻ ഈ പ്രണയിച്ച് ഒരുപാട് തേപ്പ് കിട്ടി. ഇപ്പോൾ അവൻ തേപ്പ് പണിക്ക് പോണത്. അങ്ങനെ തേപ്പ് പണിക്ക് പോയിടുന്ന് അവന് കലിപ്പനാണല്ലോ, അവിടെ നിന്ന് ഒരു കാന്താരിനെ അടിച്ചു മാറ്റിയിട്ട് വന്നു. അപ്പോൾ കാന്താരിനെ അടിച്ചു മാറ്റിയിട്ട് വരുമ്പോൾ ഒരു പാട്ടുണ്ട്, അവരുടെ ദേശീയ ഗാനം, എള്ളോളം തരി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടെന്തിന പട്ടെന്തിന തന്നന തന്നന തന്നാനേ കണ്ടു കൊതിച്ചവർ ചെണ്ടും കൊണ്ടെങ്ങും പണ്ടേ കറക്കാണേ. ഈ പാട്ട് പോലെ തന്നെ കാന്താരിക്ക് ഒരു തരി പൊന്നുണ്ടായില്ല. ഇത് കണ്ടപ്പോൾ തന്നെ കലിപ്പന്നെ ആകെ കലിപ്പായി. അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞു. ഈ കലിപ്പനും കാന്താരിക്കും ഒരു കൊച്ചു പിറന്നു. ഈ കൊച്ചു പറഞ്ഞപ്പോൾ തൊട്ട് കലിപ്പൻ ഭയങ്കര ടൈറ്റിലായി. ഈ ടൈറ്റിലായിപ്പോൾ ഈ കലിപ്പൻ കാന്താരിയോട് പറഞ്ഞു, എടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കുടുംബം നോക്കാൻ പറ്റില്ല, നീയും കൂടി ഇന്ന് പണിക്ക് പോ. അപ്പോൾ കാന്താരി പറഞ്ഞു, ചേട്ടാ എനിക്ക് കൊച്ചിനെ നോക്കണ്ടേ.
അപ്പൊ കലിപ്പൻ പറഞ്ഞു, എടി കൊച്ചിനെ നോക്കണത് പാവന്റെ അമ്മയല്ലേ, നിനക്ക് തന്നു പണിക്ക് പോയാ? അപ്പൊ കാന്താരി പറഞ്ഞു, ചേട്ടാ എനിക്ക് വീട്ടിൽ പണിയൊക്കെ എടുക്കണ്ടേ? അപ്പൊ കലിപ്പൻ പറഞ്ഞു, ഈ വീട്ടിൽ അലക്കണത്, തുടയ്ക്കണത്, പാത്രം കഴുകുന്നത് ഇതൊക്കെ എൻ്റെ പാവ അച്ഛനല്ലേടി, എനിക്കൊരു പണിക്ക് പോക്കൂടെ? അപ്പൊ അവള് പറഞ്ഞു, ചേട്ടാ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇങ്ങനെ കലിപ്പനും കാന്താരിയും തമ്മിൽ ഭയങ്കര കലിപ്പായി. ഇവർ കലിപ്പായി കഴിഞ്ഞാൽ ഇവരുടെ ഒരു മെയിൻ സാധനം ഉണ്ട്, സ്റ്റാറ്റസ് ഇട്ട് കളിക്കും ഇവരിങ്ങനെ, സെൻറ്റി സ്റ്റാറ്റസ്. അങ്ങനെ കലിപ്പനൊരു സെൻറ്റി സ്റ്റാറ്റസ് ഇടാൻ പോയപ്പോൾ കാന്താരിയുടെ സ്റ്റാറ്റസ്, അടുക്കളയിൽ തിളച്ചിടാനൊന്നുമല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം. ഈ പണിയെടുക്കാൻ മടിയുള്ളവള് സ്റ്റാറ്റസ് ഇട്ടേക്കാണ്. അപ്പോൾ ഇത്ര നേരം ഞാൻ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. താങ്ക് യു. പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് പേഴ്സണലി തൃശ്ശൂരുകാരുടെ ഭാഷയും സംസാരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദേവരാജ് പറഞ്ഞ പോലെ തന്നെ നല്ല ട്യൂണില്, നല്ല പ്രാസത്തിൽ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഡയാൻ ഒരു 2 തൃശ്ശൂർ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ദേവരാജുമായിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താ പഠിച്ചത്, നിങ്ങൾ തമ്മിൽ ഒന്ന് പറഞ്ഞേ. ഡയാനേച്ചി പറയേ ദേവരാജ്, എന്തിട്ട് വിശേഷം? സുഖായി പോണു. വർക്കൊക്കെ എങ്ങനെ പോണു? വർക്കൊക്കെ നല്ല ആസനായിട്ട് പോകുന്നു. നല്ല തേങ്ങയല്ലോ ഉണ്ടായിരുന്നു. നല്ല ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, നല്ല ജാതിയായിട്ട് പോണു വർക്കൊക്കെ. സൂപ്പർ. ഇത് എഴുതി തന്നാ മതി, ഞങ്ങൾ പിന്നെ തൃശ്ശൂർ ഭാഷ വായിച്ചോളാം. അല്ല, ചെവി പറഞ്ഞാലും മതിയായിരുന്നു, ഇത്തരം പ്രശ്നമാവില്ലായിരുന്നു. ഇത് ഏത് ഭാഷയുടെ ഇപ്പൊ പറഞ്ഞത്? തൃശ്ശൂർ അല്ലേ? അത് ഇഷ്ടമാണ് നീ കേൾക്കാൻ, പക്ഷെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ദേവരാജിന്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. സാജേട്ടാ, ഹൗ വാസ് ഇറ്റ്? ദേവരാജ് നന്നായിരുന്നു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. പാടില്ല നന്നായിട്ട്, ചെറുതായിട്ട് ഗംഭീരായിട്ട്. പിന്നെ ഇങ്ങനെ ഓരോന്നിലൊക്കെ പിടിച്ചിട്ട് നമ്മൾ അടുത്ത കഥയിലേക്ക് കൊണ്ടുപോയതൊക്കെ വേറെ കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അതൊന്നും അറിഞ്ഞില്ല, ഒറ്റയടിക്ക് ഒറ്റ ഫ്ലോയിലിങ് പോയിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഗംഭീരമായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നി. നന്നായിട്ട് ചെയ്തു ദേവരാജ് ചരിത്രത്തിൻ്റെടും തുടങ്ങേണ്ടടും ഒക്കെ വലിയ ആവേശമില്ലാതെ വളരെ ചെറിയതായിട്ട് അങ്ങ് നിന്ന് അവതരിപ്പിച്ച് തീർത്തു. ഒപ്പം ഓണക്കളിപ്പാട്ടുകളെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ചെയ്തത്. ഇത് തെക്കൻ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഒന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഇതിന്റെ ചില കാസറ്റുകൾ ഇറങ്ങുന്നത് തൃശ്ശൂർ മാത്രമേ കിട്ടുള്ളൂ. ഇതിന്റെ കാസറ്റ് നമ്മുടെ അടുത്ത കാസറ്റ് ഇടയിലൊന്നും പണ്ട് കിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ സലീം കുമാറിന്റെ ട്രൂപ്പിൽ പോയപ്പോ പറവൂര് ഈ ഓണക്കളിയുടെ ഒരു മേഖലയാണ്, കൊടുങ്ങല്ലൂർ പറവൂരൊക്കെ. ജസ്റ്റ് എറണാകുളം തൃശ്ശൂർ ബോർഡറിലാണ് ഈ സംഭവം ഉള്ളത്, ഓണംകളി. അല്ലല്ല, അത് ഓണംകളി അതായത് നമ്മുടെ തൃശ്ശൂർ കളിക്കണത്. അല്ല, അവിടെ കളിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ അവിടെ രാമായണം വെച്ചിട്ടുള്ള ഓണക്കളിയാണ്. അത് ഇത്രയും പേര് കഴിച്ചിട്ട് ഒരാൾ മാറി നിന്നും പാടുള്ളൂ അല്ലേ? പക്ഷെ നവീന രീതിയിലുള്ള ഓണക്കളിയാണ് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക്. ഇവിടെ ഞാനൊക്കെ കളിച്ചോണ്ടിരുന്ന വെച്ചാ ഇതൊക്കെ ഓണക്കളിയുടെ ആളായിരുന്നു. അത് നിങ്ങൾ ഈ കളിക്കണ പോലെ അല്ല. 5 ഓണം കഴിയുമ്പോ എന്റെ കൈയൊക്കെ പൊട്ടി വിണ്ട് കീറും അടിച്ചിട്ട്. അത്രയും കയ്യടി ഇങ്ങനെ അടിച്ചിട്ടേ. നമ്മുടെ കേശവമാമനായിട്ട് വരുന്ന സുധീർ, ഇവർക്കൊക്കെ ഇതിന്റെ ഒരു ഓണക്കളിപ്പാട്ടുകളുടെ ഒരു പ്രത്യേക പരിപാടി. സാജു ഒരു ഏതെങ്കിലും ഒരു ഓണക്കളിയുടെ 4 വരി തട്ടിക്ക്. കണ്ടൂരാമാ നീ നല്ലൊരു മാനിനെ, വേണം രാമാ നീ മാനെ പിടിച്ചു തരൂ, അതു വേണ്ട എന്ന് ആ മാനിനെ പൊന്മാനിനെ. ഇത് പുരാണമായിട്ട് പാടി. പിന്നെ ഈ പെരുന്തച്ഛനെ കുറിച്ചുള്ള പാട്ട്. അക്കര ഇക്കര ബന്ധിക്കാനൊരു പാലം തീർത്തല്ലോ, പാലത്തിന്മേലൊരു പാവയും തീർത്തല്ലോ. അക്കര ഇക്കര ബന്ധിക്കാനൊരു പാലം തീർത്തല്ലോ, പാലത്തിന്മേലൊരു പാവയും തീർത്തല്ലോ. സാലാപഞ്ചിക തോട്ടിലിറങ്ങി കേറും നേരം അച്ഛന്റെ മുഖത്തടിച്ച കുരുത്തം കെട്ട മരപ്പാവ. കാലാപഞ്ചിക തോട്ടിലിറങ്ങി കേറും നേരം അച്ഛന്റെ മുഖത്തടിച്ച കുരുത്തം കെട്ട മരപ്പാവ. ഇങ്ങനെ അതിങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ടാ പാടണം. ഇങ്ങനെ പാട്ട് പാടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ അവിടുത്തെ ആശാന് വേറൊരു ഐഡിയ കിട്ടി. ഇപ്പോഴത്തെ ജനറേഷനെ പറ്റിയ പാട്ട് പാടണം, ഇപ്പോഴത്തെ കഥകൾ വെച്ച് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ടൈറ്റാനിക്കിനെ വെച്ചൊരു പാട്ട് എഴുതി. അത് ഗംഭീര പാട്ടാണ് കേട്ടോ. അതിന്റെ മെയിൻ പോർഷനിലേക്ക് പാടാം. കപ്പൽ മെല്ലെ നീങ്ങി പുഴയുടെ മധ്യത്തിലായി, മഞ്ഞുമലയിൽ തട്ടി കപ്പൽ തകർന്നേ, നാട്ടുകാര് ഓടിക്കൂടി ആകെ മൊത്തം ബഹളമായി. കപ്പലിലെ കപ്പിത്താനോ
ഭയന്നു പോയി. ഏത് കഥ വേണേലും ഇവരുണ്ടാക്കുന്നുള്ളതാണ്. So once again, Devaraj, നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. Keep it up and thank you so much for coming. Thank you. And now moving on to our next participant, Ganguli from Alappuzha. Okay, Ganguli എവിടെയാ? സ്വദേശം എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴ. എന്ത് ചെയ്യുന്നു? ഞാൻ കൊച്ചിയിലൊരു കമ്പനി സെയിൽസിൽ വർക്ക് ചെയ്യണം. അപ്പൊ എന്തായാലും പെർഫോമൻസിലേക്ക് കടക്കാം അല്ലെ? ഓൾ ദി ബെസ്റ്റ് ഗാംഗുലി. ഹായ്, എൻ്റെ പേര് ഗാംഗുലി എന്നാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ അത് എൻ്റെ വീട്ടുകാരെ പറ്റി പറയാം. ഇന്ത്യൻ ഗേറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിജിയുടെ കൊച്ചുമനായോട് മാത്രം ഇപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു അമ്മൂമ്മയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ അച്ഛൻ ലക്ഷങ്ങൾ കൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അച്ഛൻ 3 മണിക്ക് മുമ്പാണെങ്കിൽ ലുല്ലുമാളിൽ വരെ വില പറയും. ഇങ്ങോട്ട് തന്നേറി ചേട്ടാ, ഞാൻ എടുത്തോളാം എന്ന് പറയും. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ലോട്ടറി റിസൾട്ട് വന്ന അച്ഛൻ ലുല്ലുമാളിൽ സൈഡിലൊരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് വീട്ടിലായിട്ട് പോരാനാണ് പതിവ്. അതുപോലെ തന്നെ അനിയനുണ്ട്. ഈ കുളിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും പൂർവ്വേറി വെള്ളം കണ്ടുപിടിച്ചുകൊണ്ട് മാത്രം കുളിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ. അതുപോലെ തന്നെ അവൻ വേറൊരു ലോകത്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. അതായത് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു, അതുകൊണ്ട് രാവും പകലും ഉണ്ടാകുന്നു, നമ്മൾ പകൽ ജോലി ചെയ്യുന്നു, രാത്രി കിടന്ന് ഉറങ്ങുന്നു എന്നതാണ്. പക്ഷെ അവൻ എഴുന്നേൽക്കുന്നത് 1 മണിക്കും, രാവിലത്തെ കാപ്പി കുടിക്കുന്നത് 2 മണിക്കും, വൈകുന്നേരത്തെ ഫുഡ് കഴിക്കുന്നത് 6 മണിക്കും, ഉറങ്ങുന്നത് 12 മണിക്കുമാണ്. അവന് വേണ്ടി സ്വന്തമായിട്ടൊരു കലണ്ടറും ഒരു ക്ലോക്കും നിർമ്മിക്കേണ്ടി വരും. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എനിക്കുള്ളത് ചക്കത്തിരി കൊണ്ട് ഓലപ്പടക്കം കത്തിച്ചിട്ട് ചക്കത്തിരി എറിഞ്ഞു കളയുന്ന ഒരു കൂട്ടുകാരൻ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും വലിയ തോൽവിയായിട്ടാണ് വന്നത്. എക്സ്പെക്ട് ചെയ്യാമല്ലോ. അതായത് തോൽവിയുടെ ഒരു പര്യായപദമായി നിങ്ങൾക്ക് എന്നെ പറയാം. അതായത് ഇപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് അപ്പുറത്തെ വീട്ടിലെ മാങ്ങ എറിയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് അപ്പുറത്തെ കണ്ണാടി കൊണ്ടിരിക്കും. അതായത് ലാലേട്ടൻ, നമ്മുടെ മോഹൻലാൽ പണ്ട് സിനിമയിൽ ഇങ്ങനെ തീപ്പട്ടി ഇങ്ങനെ എറിഞ്ഞ് കത്തിക്കും. ഞാൻ അങ്ങനെ എറിഞ്ഞ് കത്തിച്ചപ്പോണ്ടല്ലോ അമ്മച്ചിമ്മയുടെ ചകിരി നിന്നങ്ങ് കത്തി. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് നമ്മൾ അമ്പലത്തിലൊക്കെ അന്നദാനത്തിന് നിൽക്കുമല്ലോ ക്യൂ ആയിട്ട്. അങ്ങനെ അന്നദാനത്തിന് നിൽക്കുമ്പോൾ ചില വ്യക്തികൾ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ചോറ് തീർന്നു പോകും, അല്ലെങ്കിൽ പ്ലേറ്റ് തീർന്നു പോകും. ആ വ്യക്തിയാണ് ഞാൻ. കറക്റ്റ്, സ്വന്തം അനുഭവമാണത്. അതുപോലെ തന്നെ എനിക്ക് കൊച്ചിലോട്ട് പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പറക്കണം. അങ്ങനെ ഞാനൊരു ദിവസം TV കണ്ടപ്പോഴാണ് ചൂയിങ്കത്തിൻ്റെ പരസ്യം. ഒരു കൊച്ചു ചൂയിങ്കം വായിട്ട് വീർപ്പിക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ വരുന്നു. അപ്പോൾ അടുത്ത് കൊള്ളാമല്ലോ. നടന്ന് പഞ്ചസാര മേടിക്കാൻ കടയിൽ പോവുക, കടയിൽ നിന്ന് ചൂയിങ്കം വാങ്ങുക, ചൂയിങ്കം വീർപ്പിച്ച് പറപ്പിച്ച് തീർച്ച് വീട്ടിൽ വരിക. അന്ന് വീട്ടിൽ പഞ്ചസാര ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയുടെ കാല് പിടിച്ച് കരഞ്ഞിട്ട് പഞ്ചസാര മേടിക്കാൻ കടയിൽ പോയി. പഞ്ചസാരയും മേടിച്ച് 2 ചൂയിങ്കം മേടിച്ച് വായിലിട്ടിട്ട് ഞാൻ കിടന്നും മലന്നും ഒക്കെ ഇരുന്ന് വീർപ്പിച്ച് നോക്കി. പറക്കാൻ പറ്റിയില്ല. തിരിച്ച് ഞാൻ നടന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ട് വന്നു. പച്ചമുളക് മേടിക്കാൻ തന്ന പൈസക്ക് ഞാൻ ചൂയിങ്കം മേടിച്ച് നിന്ന് പറഞ്ഞ് അമ്മ താടിക്കൊരു തട്ട് തട്ടി. ആ തട്ടും കൊണ്ട് TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സാധനം കാണുന്നത്, പാരച്യൂട്ട്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. വീട്ടിലെ ബെഡ്ഷീറ്റ് എടുത്ത് കഴിച്ചട്ടി നേരെ ടെറസിൻ്റെ മേളിൽ കയറി താഴത്തേക്ക് ഒറ്റച്ചാട്ടം. ബെഡ്ഷീറ്റ് കെട്ടിക്കൊണ്ടൊരു ഉപകാരമുണ്ട്. കാരണം ആ ബെഡ്ഷീറ്റ് തന്നെ എന്നെ പൊതിഞ്ഞ് ആശുപത്രി അവർക്ക് കൊണ്ടുപോകാൻ പറ്റി. ഇതാണ് എന്നെ പറ്റി പറയാനുള്ളത്. പിന്നെ എൻ്റെ നാടിനെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ് തവള. തവളയും ഞങ്ങൾ കുട്ടനാട്ടുകാരുമായിട്ട് ഒരു ബന്ധമുണ്ട്. അതായത് കുട്ടനാട്ടിൽ 6 മാസം വെള്ളമാണെങ്കിൽ 6 മാസം കരയായിരിക്കും. അതായത് കാഞ്ചന മൊയ്തീനാണ് എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിൽ എവിടെ മഴ പെയ്താലും അതൊഴുകി കുട്ടനാട്ടിലേക്ക് തന്നെ വരും. എൻ്റെ പൊന്നേട്ടാ, നോക്കിയും കണ്ടും കിടന്നില്ലല്ലോ ഉറങ്ങില്ലാണ്ടല്ലോ, വായിൽ കരിമീൻ വന്ന് കയറുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റണം. അതാണ് ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ അവസ്ഥ. അപ്പോൾ അതുപോലെ തന്നെ കുട്ടനാട്ടിൽ ഒരു സന്തോഷമെന്ന് വെച്ചാൽ ചുറ്റിനും വെള്ളമാണെങ്കിലും ഉണ്ടല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ ജപ്പാൻ്റെ അടിപ്പയ്ക്ക് എഞ്ചണം. അതാണ് കുട്ടനാട്ടിലെ അവസ്ഥ. അതുപോലെ തന്നെ പകല് വള്ളം കളിയും രാത്രി അതിലും വലിയ വെള്ളം കളി നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ ഈ വള്ളം കളി കഴിയുമ്പോൾ ചേട്ടന്മാർ തുഴഞ്ഞു പോകും, വെള്ളം കളി കഴിയുമ്പോൾ അവർ ഇഴഞ്ഞു പോകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം കൊറോണ ആയതുകൊണ്ട് വള്ളം കളിയില്ല, അതുകൊണ്ട് എല്ലാവരും വെള്ളം കളി കോൺസെൻട്രേറ്റഡ് ആണ്. അവരിനി നാളെ കൊറോണ മാറി കഴിയുമ്പോൾ ഇവർ ഈ വെള്ളം കളി നിർത്തിയിട്ട് വള്ളം കളി തുടങ്ങുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല ചേട്ടാ. അതുപോലെ തന്നെ ഈ കടലിൽ കൊണ്ട് ഓടിക്കേണ്ട കപ്പൽ ഞങ്ങൾ റോട്ടിൽ കൂടെ ഓടിക്കും. അത് ലോറിക്ക് കെട്ടി വലിച്ച് എടപ്പള്ളി വരെ ഞങ്ങൾ ബ്ലോക്ക് ആക്കും, ഇടുക്കിയിലെ കറണ്ട് വരെ കളയും. എന്നിട്ട് ഈ റോഡ് മൊത്തം കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന കപ്പലുണ്ടല്ലോ, ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കും കപ്പലിൽ നാണിക്കാൻ വേണ്ടി. കടലിറക്കത്തില്ല, ബീച്ചിൻ്റെ സൈഡിൽ. എന്നിട്ട് ഈ കാക്കത്തൂറി ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ കപ്പലിനെ ഇങ്ങനെ മൃഗീയമായി ദ്രോഹിക്കും മാനസികമായി. അതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാർ. ഞങ്ങളുടെ ആലപ്പുഴ അത്ര മോശമൊന്നുമല്ല. ആലപ്പുഴയിൽ എല്ലാം ഉണ്ട്. ആലപ്പുഴയിൽ ബീച്ചുണ്ട്, ഈ വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്, മാളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, എല്ലാം ഉണ്ട്. മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലം ഒഴികെ ബാക്കി എല്ലാം ഉണ്ട്.
അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ നടക്കും. അതായത് 3 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് നമ്മൾ 5 ലക്ഷം രൂപ ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ പോയി ഇരുന്നാണ്ടല്ലേ ചേട്ടാ, സിൽവർ സ്റ്റോം പോലെ തീട്ടി താഴെ ഒരു ചന്തി കാന്തം വേണം അതിരിക്കണമെങ്കിൽ. ഒരു പ്ലെയിൻ കമ്പിയാണ് വെച്ചിരിക്കണം. നമ്മൾ MLA കൊണ്ട് കല്ലിടിച്ചിട്ട് മന്ത്രിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് പാർക്കൊക്കെ പണിയും. ആ പാർക്കിൽ ഒരു മനുഷ്യനെ നമ്മൾ കയറ്റത്തില്ല. അഥവാ കയറിയാൽ നമ്മൾ ചൂരിലോണ്ട് അടിച്ചു ഓടിക്കും. അതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഒരു സ്റ്റൈല്. സ്റ്റോക്കൊക്കെ തീർന്നു, നമുക്ക് ഇത് ക്ലൈമാക്സ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. തുടക്കം തന്നെ ഇഷ്ടമായി. ലൈക്ക് സെൽഫ് ട്രോളിങ്, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അത്. നമുക്ക് വിഷമം സങ്കടമൊന്നും വരത്തില്ല സ്വന്തമായിട്ട് നമ്മൾ കളിയാക്കിച്ചിരിക്കുമ്പോഴത്തേക്കും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. ഇനി ചേട്ടന്മാരോട് ചോദിക്കാം. ചേട്ടാ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടാ. നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് പേടിച്ച മറ്റൊരാളെ നമ്മൾ കളിയാക്കിയ വളരെയധികം പേടിക്കും. സോഷ്യൽ മീഡിയയിൽ നമ്മളെ പൊങ്കാലിട്ട് കൊല്ലും, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞു. ഇത് സ്വയം നമ്മളെ കളിയാക്കി കഴിഞ്ഞിട്ട് ഇവരാര് ചീത്ത പറയും. അപ്പൊ അതുകൊണ്ട് അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ ഹ്യൂമറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിട്ടുണ്ടായിരുന്നു. നല്ല ബെഹാട്ടായിട്ട് പഠിച്ച് ഫുള്ള് കൊണ്ടുവന്ന് ക്ലൈമാക്സ് മനോഹരം. താങ്ക് യു സർ. രമേശ് ചേട്ടാ നല്ല രസമായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് ഒരു പോക്കറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് സ്റ്റോക്ക് തീർന്നെന്ന് പറഞ്ഞെടുത്ത് എന്റെ പിടുത്തം കൊണ്ട് വിട്ടുപോയി. ഞാൻ ചിരിച്ചു പോയി അവിടെ. ഈ സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അതിന് 2 മിനിറ്റ് മുമ്പേ തീർന്നായിരുന്നു. ബാക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് ഓടിയതാണ് നിങ്ങൾ 2 മിനിറ്റ്. എന്നിട്ട് നിങ്ങൾ അതെടുത്ത് അത് സംബന്ധിച്ച് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ആലപ്പുഴയും കുട്ടനാടിനെ കുറിച്ചൊക്കെയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള, അറിയാലോ ആലപ്പുഴ ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉള്ളതില്ല. കാരണം അവിടെ കയറ്റമില്ല. ലൂണാറിന്റെ ചെരുപ്പും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. കയറ്റങ്ങളില്ല, കയറ്റിറങ്ങളില്ല. ആലപ്പുഴയിൽ പരന്ന് കിടക്കുന്ന സ്ഥലമുണ്ട്. സൈക്കിൾ മേടി നമ്മൾ ഈ കയറ്റം വരുന്നോണ്ടാണല്ലോ സൈക്കിൾ കിട്ടാൻ പറ്റാത്ത എല്ലായിടത്തും. ഏറ്റവും കൂടുതൽ സൈക്കിളുള്ള സ്ഥലമാണ്. പിന്നെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ 1 or 2 സ്ഥലങ്ങൾ. നെതർലാൻഡ് ആണ് ഒന്ന്, അത് കഴിഞ്ഞാലുള്ളത് നമ്മുടെ ആലപ്പുഴ കുട്ടനാടാണ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം അതൊക്കെ അന്നേ വലിയ മനുഷ്യനിർമ്മിതമായ കായലും കനാലും ഒക്കെയാണ് കാണുന്നത്. നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന സ്ഥലം, അതിലെ പോയാൽ നമുക്ക് കാണാം താഴെ പാടം ഇരിക്കുന്നത്, വെള്ളം പൊങ്ങിയിരിക്കുന്നതുമായിട്ട് നമുക്ക് ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. വേറൊരു സ്ഥലത്തും ഇല്ല അത്ര മനോഹരമായ ഒരു സ്ഥലം. അവിടുത്തെ കുറെ കാര്യങ്ങൾ, വെയിറ്റ് ഷെഡിൽ വെക്കുന്ന സീറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു. പല വെയിറ്റ് ഷെഡിൽ അങ്ങനത്തെ സീറ്റ് ഉണ്ട്, ഇരിക്കാനും പറ്റൂല, നിൽക്കാനും പറ്റില്ല, ഒന്നുമില്ലാത്ത ഇത്രയും വീതിയുള്ള സീറ്റുകളൊക്കെ വെക്കുന്നതൊക്കെ റെഫർ ചെയ്ത് പറഞ്ഞു. ഇതുപോലത്തെ പാർക്കും വരും. ഇപ്പോഴത്തെ പാർക്ക് നമ്മൾ എറണാകുളത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ കച്ചവടക്കാരുണ്ട്. അവർ ഈ ഊതണ പീപ്പി ഒക്കെ ഇങ്ങനെ പറക്കണം, അതുമായിട്ട് നേരെ പിള്ളേരെ അടുത്തൊന്ന് ഊത്ത് തുടങ്ങും. അപ്പൊ പിള്ളേർ കരച്ചിൽ തുടങ്ങും. ഇത് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്റെ വീട്ടിലെ എല്ലാ പിള്ളേരും കൊണ്ട് ടൂർ പോയിക്കാണ് പാർക്കിലേക്ക്. നെല്ലിക്ക കൊട്ട ചൊരിഞ്ഞ പോലെ പിള്ളേര് അങ്ങനെ കൊണ്ടുവന്ന് പാർക്കിന്റെ ഭാഗത്ത് ഈ ചെക്കൻ വന്നിട്ട് ഊതിയപ്പോ ഞാൻ പിള്ളേരോട് കൈയടിക്കാൻ പറഞ്ഞു. ഈ പുള്ളി നടുക്കുന്ന പിള്ളേർ വട്ടം കൂടി ഒന്ന് കൈയടിച്ചു. പുള്ളി ഊതി അവസാനം കുറഞ്ഞു അതിന്റെ പൊക്കം കുറച്ച് അത് പാർക്കിനെ വെച്ചത് അങ്ങനെയുണ്ട്. ഗംഭീര പ്രകടനമായിരുന്നു. നല്ല കമന്റ്സ് ആണ് ഗാംഗിലേക്ക് കിട്ടിയത്. അപ്പൊ നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ കാണാം, വീണ്ടും കാണാം. നമസ്കാരം സാജു. നമസ്കാരം വിശാലടി. നമസ്കാരം. എന്താ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കയറി പോകുന്നത്? അല്ല, ഞാൻ അവിടെ നിന്നിട്ടേ അവിടെ നിൽക്കുമ്പോ ഇവിടെ അടിച്ചുപൊളി പാട്ടായിട്ട് കൈകൊട്ടിക്കളി പാട്ടാ, ഓണക്കളിപ്പാട്ട് പാടിയായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ ഇത്രയും പാട്ടുകളൊക്കെ കൂടെ നടക്കുമ്പോ ആസ്ഥാന ഗായകനായി എനിക്കൊരു പാട്ട് പാടിയില്ല എന്താ? അല്ല, നിങ്ങളിപ്പോ എല്ലാ എപ്പിസോഡിലും പാടുന്നുണ്ടല്ലോ, നമുക്ക് വേറെ എന്തെങ്കിലും ആണെങ്കിലും നല്ലതായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചെന്നുള്ളത്. അല്ല, നല്ല സാധനങ്ങൾ. ഞാനിപ്പോ മോശ സാധനങ്ങളൊന്നും ഇവിടെ ഇറക്കിയിട്ടില്ലല്ലോ. അല്ല, നല്ലതാണ് ചേട്ടന്നേ. അല്ല, അങ്ങനെ പറയില്ല സാജുൻ അറിയാഞ്ഞിട്ടാ പുള്ളി. എനിക്ക് നമസ്കാരം തന്നില്ല വന്നപ്പോ. നമസ്കാരം ഡയാന. ഇനി സംസാരം. അപ്പൊ നല്ലൊരു സാധനം ആ സാജുവല്ലേ പാടിയത്? അതെ. അപ്പൊ അതിന്റെ ചുവട് പിടിച്ചിട്ട് കിടുക്കാച്ചി സാധനം ഞാൻ കേട്ടിട്ടുണ്ട്. ഓണക്കളിയാണോ? അല്ല, ഞാൻ കൂടുതൽ മെലഡിയാണ്. ഇനിയിപ്പോ ഓണക്കളി നമ്മൾ ഇട്ടിട്ട് പുള്ളിനെ ഇത് ചെയ്യണില്ല. പുള്ളിയായിട്ട് കോമ്പറ്റീഷൻ നിൽക്കുന്നില്ല, ദേവസഭാതലം കളിക്കുന്നില്ല. അതെ, വേറെ എടുക്കാം. ആയിക്കോട്ടെ. കല്യാണം ജൂണില, തിരുവോണം നാളില, ചെക്കൻ ദുബായില, എത്താനായി ലീവില്ല, ബ്ലോക്കാണ് വൈറ്റില, ഷോർട്ട് കട്ട് വെണ്ണല, വീടാകെ ലോണില, കല്യാണം ജൂണില, തിരുവോണം നാളില.
എനിക്കിപ്പോ അതല്ലേ പേടി, നമ്മുടെ പരിപാടിയിൽ മമ്മൂക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർ വിചാരിക്കുമല്ലോ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നല്ലേ? ചുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഗംഭീരം. ഇത് ഗംഭീര. അല്ല ഞാൻ ചോദിച്ചട്ടെ, നമ്മുടെ ഈ സാജു പാടിയ ഓണക്കളിപ്പാട്ട് പോലെയല്ല, നിങ്ങൾ എവിടുന്ന പാട്ട് പഠിച്ചത് അമ്മാവാ? അല്ല ശരിക്കും ഈ പാട്ടുകൾ പഠിപ്പിക്കണ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ആരാത്? അവൻ ഗാനഭൂഷണം ഗാനപ്രവീണൊക്കെ പാസ്സായിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെ പാട്ട് പഠിപ്പിച്ചത് ബാബുവാണ്. ആരെയും ബാബു ഗായകനാക്കും ഗാനഭൂഷണമാണവൻ. ആരെയും ബാബു ഗായകനാക്കും ഗാനഭൂഷണമാണവൻ. ചമ്രവട്ടത്തെ പള്ളിയിൽ പാടി കമ്രവെള്ളികൾ തൂകിയവൻ. ആരെയും ബാബു ഗായകനാക്കും ഗാനഭൂഷണമാണവൻ. ഞങ്ങള് അടുത്ത ആളെ വിളിച്ചോട്ടെ എന്നാലേ. ഇനിയും പാട്ട് വേണ്ട, നിർബന്ധമില്ല, അതാണ്. അപ്പൊ സാജു വീണ്ടും ഒന്ന് കാണാം. അയ്യോ കാണാം. ഇപ്പൊ ആദ്യം തന്നെ പറഞ്ഞു വിട്ടായിരുന്നു ഈ രണ്ടെണ്ണം നമുക്ക് നഷ്ടമായി കേട്ടോ. അടിപൊളി. ഓക്കെ ഓക്കെ. Moving on to our next segment, which is handing over our Excellence Award. ഹാസ്യകലാലോകത്ത് സർഗപ്രതിഭ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കലാകാരന്മാരെയും കലാകാരികളെയും ആദരിക്കുന്ന സെഗ്മെന്റ് ആണിത്. ഇന്ന് നമ്മുടെ അതിഥിയായോടെ എത്തിയിരിക്കുന്നത്, നമുക്ക് അദ്ദേഹത്തെ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ടെലിവിഷൻ പരിപാടികളിലൂടെയും അതോടൊപ്പം സ്റ്റേജ് പരിപാടികളിലൂടെയൊക്കെ നമുക്ക് അദ്ദേഹം പ്രിയങ്കരനാണ്. ഒരു മികച്ച കലാകാരനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കൊച്ചിൻ മനാഫ്. മനാഫിക്ക, സ്വാഗതം. താങ്ക് യു. മനാഫിക്ക കലക്കി കടുവറന്നു. പിന്നെ അല്ല ഡയാന, മനാഫിക്ക ടിപ് ടോപ്പ് അസീസ് എന്ന് പറയുന്ന നാടകകൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഹാസ്യ നാടകങ്ങള് വളരെ പോപ്പുലർ ആണ്. കൊച്ചിക്കാരനാണ്. മനാഫിക്ക ഏകദേശം ഒരു 18 വയസ്സുള്ളപ്പം അദ്ദേഹത്തിന്റെ കൂടെ നാടക രംഗത്ത് ഹാസ്യം ചെയ്യാൻ എത്തിയിട്ടുള്ള ഒരാളാണ് അല്ലേ? അതെ അതെ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു മനാഫിക്ക മിമിക്രിയിൽ എത്രയോ കാര്യങ്ങളൊക്കെ? ഞാനും എൻ്റെ കൂട്ടുകാരൻ റഫീഖ് മട്ടാഞ്ചേരി ആ ഞങ്ങൾ കൂടി മറ്റേ കൊച്ചിൻ കിങ്ങിന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി. കൊച്ചിൻ കിങ്ങിണിയോ? ആ അതിൽ കൂടെ പിന്നെ അങ്ങ് ഇതായി പിന്നെ ഹഫീസ് ഖാന്റെ നാടകത്തിലേക്ക് വന്നത്. അപ്പോൾ അവിടെ വന്ന് എനിക്ക് ഗുസ്തി പഠിക്കേണ്ട രമേൻ്റെ മരണം, അലാവുദ്ദീൻ അത്ഭുത വിളക്ക്, ഗുരുവും ശിഷ്യരും, പിന്നെ സന്തുഷ്ട കുടുംബം, ഇപ്പികളുടെ വാർഡ്, ഈ നാടകത്തിലേക്ക് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഫിബിൾ സ്റ്റേറ്റൻ ഉണ്ട്, അതായത് ഡയാന സിൽവസ്റ്ററിന്റെ അച്ഛൻ. അതെ, സിൽവസ്റ്റർ എന്ന് പറയുന്നത് ഡയാന സിൽവസ്റ്റർ എന്ന് പറയുന്ന സിനിമാലെ പോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകളിലെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഡയാന ചേച്ചിയുടെ അച്ഛനാണ് സിൽവസ്റ്റർ ചേട്ടൻ. അപ്പൊ അവരുടെ വീട്ടിൽ അങ്ങ് നാടകം റിഹേഴ്സൽ ചെയ്യുന്നത്. ഡയാന ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ അതിൽ കയറി. അപ്പോൾ കോമിക്കോളാൻ പറഞ്ഞ പ്രോഗ്രാം ഫസ്റ്റ് തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ച് അതിലെ കോർഡിനേറ്ററും അതിലെ അഭിനയിക്കാൻ എല്ലായിട്ട്. അന്ന് പിന്നെ അത് വന്ന് കുറേ കലാകാരന്മാർക്ക് അവസരം കൊടുക്കാൻ വേണ്ടി സിനിമാരിയായി. മനാഫിക്കയുടെ ഫസ്റ്റ് പടം ഏതാണ് മനാഫിക്ക? ഫസ്റ്റ് പടം ഓ ഫാബി എന്ന് പറയും. ഓ ഫാബി, അടിപൊളി. ആ ഓ ഫാബി എന്ന് പറയുന്നത് ഒരു പക്ഷേ മലയാളത്തിലെ ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്ന വാക്ക് നമ്മളെ ആദ്യം നമ്മൾ കേൾക്കുകയും അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഓ ഫാബിയിൽ ആരായിരുന്നു? അതിലെ പിള്ളേരുടെ വില്ലനായിട്ടായിരുന്നു ഓ ഫാബി. അതിനകത്തൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുണ്ട്, അത് ഡയാനയ്ക്ക് അറിയാമോ? ഒരു വരിയെങ്കിലും അറിയാമോ? ഡിങ്കര ഡിങ്കര ഡിമാല കണ്ട ഡിമ ഡിമ ഡിങ്കാലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിനകത്ത്. ചെപ്പടിക്കാരൻ തോറ്റല്ല. ചെപ്പടിക്കാരൻ തോറ്റ്. അതാണ് ഡിങ്. അങ്ങനെ ഒരു പാട്ടൊക്കെ ഉള്ളൊരു പടമാണ്, ഞാൻ ഓർക്കുന്ന പടമാണ്. ഓ ഫാബിയിൽ വന്നു. പിന്നെ എനിക്ക് പിന്നെ വന്നത് രസികൻ, ദിലീപേട്ടന്റെ രസികനില് മറ്റേ ഇത് സദാന്റെ സമയം ചായക്കടക്കാരുണ്ട്, സദാനന്ദ സമയത്തിന്റെ ചായക്കടക്കാരൻ, ഫലാമുഖാന്റെ മോനായിട്ട്. അപ്പൊ എല്ലാവരും ഒറിജിനൽ മോനാന്ന് കൊടുത്ത് ഞാനും ഫലാമുക്ക് ഒരേ മോഹൻ ഗീത സലാം എന്ന് പറയുന്ന നാടക നടനാണ്. അദ്ദേഹമാണ് കുഞ്ഞിക്കൂനലിലൊക്കെ ഇവരുടെ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആള്. സർക്കസുകാരനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിന്റെ മകനാണെന്ന് തന്നെ തോന്നുന്ന രീതിയിൽ അഭിനയിച്ചു. അപ്പൊ ഒറിജിനൽ മാനാൻ പറഞ്ഞിരിക്കുന്ന എല്ലാവരും. ഈ സംസാരമൊക്കെ അതുപോലെ തന്നെയാണല്ലോ, എല്ലാം അങ്ങനെ തന്നെ. പിന്നെ മനാഫിക്ക് കുറെ 50 പടം കഴിഞ്ഞില്ലേ? 50 പടങ്ങൾ കഴിഞ്ഞു. ഒരുപാട് പടങ്ങളുടെ ചെറിയ ചെറിയ വേഷങ്ങള് ഇങ്ങനെ മനാഫിക്ക് വരും, പൊട്ടിക്കും, പോകും. ഞാനും ഷാജും കൂടി അമർ അക്ബർ അന്തോണി, പിന്നെ പേദമുണ്ട് അമർ അക്ബർ ആന്റണിയിൽ ഏതായിരുന്നു മനാഫിക്ക? എന്നോട് എണീറ്റ് പോകാൻ പറയില്ലേ സ്റ്റേജിൽ ഞാൻ മോണാക്ട് കാണിക്കുമ്പോ എനിക്ക് പോടാന്ന് പറയല്ലേ. ടോള് ഇറങ്ങിയത് ടോള് ഇറങ്ങി. എത്ര വർഷമായി മനാഫിക്ക ഫീൽഡില്? ഞാൻ ഇപ്പൊ 36 കൊല്ലായി. ആഹാ,
പക്ഷെ ഇക്ക ലൊക്കേഷനിൽ വന്നാൽ അവിടെ ആളുള്ള പോലെ അറിയില്ല കേട്ടോ. അത്ര സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ഇരിക്കുള്ളൂ. ഇപ്പോഴും വന്നിട്ട് ആ റൂമിന്റെ ഉള്ളിൽ ഇരിക്കല്ലേ. അങ്ങനെയാ മനാഫക്ക അങ്ങനെ ഒരാളാണ്. വളരെ നാടക പരിചയമുള്ള, മിമിക്രിയുടെ പരിചയമുള്ള, സിനിമയുടെയും ടെലിവിഷന്റെയും ഒക്കെ പരിചയങ്ങളുള്ള, ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്ത മനാഫക്കയുടെ ഒക്കെ ഒരു കാര്യം ആൾക്കാർ നമ്മൾ ഇതുപോലൊരു പരിപാടിയിൽ വന്ന് മനാഫക്ക ഇന്ന ആളാണ് എന്ന് പറയേണ്ട ഒരു ആവശ്യമാണ്. മനാഫക്കിനെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സീൻ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മനാഫക്ക പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത് ഇന്ന ആളാണ് എന്ന് ജനം അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പറയണം. മനാഫക്ക ഗംഭീരമായി കേട്ടാ, വന്നതിൽ വളരെ സന്തോഷം. മാത്രമല്ല എനിക്കൊരു കാര്യം മനാഫിക്കനെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് എന്താന്ന് വെച്ചാല്, മനാഫിക്കയുടെ തന്നെ ഫിഗറുള്ള ഒരു ഹോളിവുഡ് ആക്ടർ, പേരെനിക്ക് അറിയില്ല, പക്ഷെ അദ്ദേഹം അഭിനയിച്ച പടം ഞാൻ പറയാം, ക്യാരക്ടർ ഞാൻ പറയാം. ഈ ചാർലി ആൻഡ് ദി ചോക്ലേറ്റ് ഫാക്ടറി എന്നൊരു പടമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പടമുണ്ട്. അതിലൊരു ക്യാരക്ടർ ഉണ്ട്. മനാഫക്ക മീശ വഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തെ പോലെ ഇരിക്കും. ഞാൻ വേറെ കാര്യം പറഞ്ഞേട്ടെ. ഇപ്പൊ വിശാലി പറഞ്ഞില്ലേ ഇതുപോലെ വന്നെന്ന് പറയണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വന്നെന്ന് പറയണല്ല, ഇതുപോലൊക്കെ കലാകാരന്മാരെ കണ്ടെത്തി ഈ പ്രോഗ്രാമിൽ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തണം. അതാണ് ഏറ്റവും ഇപ്പൊ കൊണ്ടുവന്നത്. ശരിയാണ്. ഒത്തിരി കലാകാരന്മാരുണ്ട് പഴയ കാലത്തൊക്കെ. ഞങ്ങളുടെയൊക്കെ കാലമൊന്നും വലിയ നല്ല കാലമാണ്, കാരണം ചാനലുകളും മാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം. ഇതിനു മുമ്പുണ്ടായിരുന്ന കുറേ കലാകാരന്മാരുണ്ട്. ഇപ്പോഴും നമുക്കറിയാം അവര് മടുത്തിട്ടിട്ട് പോയ ആൾക്കാരാ. അവർക്ക് രക്ഷപ്പെടാനായിട്ട് വേറൊരു മീഡിയ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചാനലൊന്നും ഇല്ലായിരുന്ന സമയത്ത്. ഇപ്പോഴും പല ആൾക്കാരുടെ ഗംഭീര ആർട്ടിസ്റ്റുകളുണ്ട്. ചിലര് കല്യാണം കഴിഞ്ഞിട്ട് മാറി ഇതായിപ്പോയി, കുടുംബത്തിന്റെ ഭാരം കൊണ്ട് മാറിക്കുന്നവരുണ്ട്. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ അന്നും ഇന്നും ഭാര്യങ്ങൾ വന്നിട്ടും ഈ ഇത് മാത്രമേ ഉള്ളൂ. കലകൊണ്ടാണ് മാത്രം ജീവിക്കുന്നത് മനാഫക്ക. മനാഫക്കയ്ക്ക് എന്തെങ്കിലും കലയുമായി ബന്ധപ്പെട്ട മനാഫക്കയുടെ വ്യക്തിബന്ധമുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്. മനാഫക്കയെ അറിയാവുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഇപ്പം രസിക്കാനാണെങ്കിലും മറ്റു പടങ്ങളിലൊരു പടം ഇരുന്ന് കാശിമ ഒരു വേഷം മനാഫക്കയ്ക്ക് ഉണ്ട്. അതിൽ മനാഫക്ക വരും പോവും, അങ്ങനെ തന്നെയാണ്. ഫാമിലി ഒരു മോള്, സ്വന്തമായിട്ട് ഒരു വൈഫ്. അല്ല എന്തായാലും നമ്മളെപ്പോലത്തെ കലാകാരന്മാർക്ക് കിട്ടുമ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പൈസയോ പരിപാടിയോ ഒന്നുമല്ല. നമ്മൾ എന്താണെന്ന് അറിയണം, നമ്മുടെ ഫീൽഡ് എന്താണെന്ന് അറിയണ ഒരു നമ്മുടെ ജോഡി, നമ്മുടെ ഭാര്യയെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ പല കലാകാരന്മാർ നിന്നു പോകും. ഞാൻ വളരെ ബുദ്ധിമായിട്ട് ഇതൊന്നും അറിയാത്തൊരു പെണ്ണിനെ പോയി കെട്ടി. അല്ല അറിയാമായിരുന്നെങ്കിൽ ചിലപ്പോൾ പെണ്ണ് കിട്ടൂലായിരുന്നു. അപ്പോൾ മനാഫക്ക ഒരുപാട് സന്തോഷം നമ്മുടെ വേദിയിൽ എത്തിയത്. ഞങ്ങളുടെ ഒരു ചെറിയൊരു സ്നേഹാദരവുണ്ട്, അത് മനാഫക്കയ്ക്ക് നൽകാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും സാജു ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ശ്രീ കൊച്ചിൻ മനാഫക്ക 36 വർഷങ്ങൾ ആയി ഹാസ്യലോകത്തും അഭിനയ ലോകത്തും സജീവമായി നിലകൊള്ളുന്നു. അദ്ദേഹം വർത്തമാനത്തിനിടെ പറഞ്ഞൊരു കാര്യം, വേറൊരു പണിക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വേറൊരു പണിക്ക് പോവാതെ ഈ പണി തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കലാകാരന്റെ പ്രതിഭ തെളിയിക്കുന്നതാണ്, അയാളുടെ വ്യക്തിത്വം തെളിയിക്കുന്നതാണ്. അങ്ങനെ ഡയാന സിൽവസ്റ്റർ ഒരുപക്ഷെ ഹാസ്യ ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഡയാന ചേച്ചിയാണ് മനാഫക്കയെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു. ടെലിവിഷനിൽ ഞാൻ ചെയ്ത ആദ്യത്തെ പരിപാടിയുടെ സംവിധായിക, അല്ലെങ്കിൽ ടെലിവിഷനിൽ ഞാൻ ആദ്യം ചെയ്ത പരിപാടി നിർമ്മിച്ചത് ഡയാന ചേച്ചിയാണ്. അങ്ങനെ വേണമെങ്കിൽ എനിക്കും പറയാം, എന്റെയും തുടക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണ് ഡയാന ചേച്ചി. അപ്പോൾ ഡയാന ചേച്ചി കണ്ടെത്തിയ മറ്റൊരാളായിട്ടുള്ള മനാഫക്ക ഈ വേദിയിൽ എത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളുടെ വക ഒരു ചെറിയ ആദരവ്. ഗാംഗുലിയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്. ഇവരിൽ മികച്ചത് ആരാണ് എന്നറിയാം. അപ്പോൾ ഇരുവരെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ഗാംഗുലി ആൻഡ് ദേവരാജ്. ഗാംഗുലിയും ദേവരാജും ആരാണ് മികച്ച പെർഫോമൻസ് എന്നുള്ളതല്ല നമ്മൾ കണ്ടെത്തുന്നത്. ഈ രണ്ട് മികച്ച പെർഫോമൻസുകളിൽ ഏതാണ് കൂടുതൽ മികച്ചത് എന്നതാണ് ഇപ്പം പറയാൻ പോകുന്നത്. രണ്ടുപേരും അവരവരുടേതായ ശൈലിയിൽ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എങ്കിലും ഇന്ന് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത് ദേവരാജ് ആണ്. ഇന്നത്തെ ബെസ്റ്റ് പെർഫോമറായി ദേവരാജ് തിരഞ്ഞെടുക്കുന്നു.